നമസ്കാരം സർ. ഞാൻ സമയം കുറവായതിനാൽ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടെ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനിടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ISRO. ചരിത്രപരമായ ഒരുപാട് ദൗത്യങ്ങൾ ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ISRO യാഥാർത്ഥ്യമാക്കി. അത് ചന്ദ്രയാൻ 1, 2, ഇപ്പോൾ ചന്ദ്രയാൻ 3യിലൂടെ അസാധ്യമെന്ന് കരുതിയിരുന്ന ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുക എന്ന ദൗത്യവും ISRO യാഥാർത്ഥ്യമാക്കി. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ISROയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? പുതുതായിട്ട് വരുന്ന ഇന്ത്യക്ക് അഭിമാനം ആകുന്ന പുതിയ ദൗത്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് വിശദമാക്കിയാൽ. നന്ദി. മനോരമയ്ക്ക് നന്ദി ഈ ഒരു വേദിയിൽ ഇതുപോലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. നമുക്കറിയാം ചന്ദ്രയാൻ 3 നമ്മളവിടെ പോയി സോഫ്റ്റ് ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു മൂൺ ഡേ, അതായത് 14 എർത്ത് ഡേയ്സ് ആയിരുന്നു അവിടെ പരീക്ഷണം നടത്തിയത്. അടുത്ത ഇതിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ട് അവിടെ നിന്നും സാമ്പിൾ എടുത്ത് തിരിച്ച് ചന്ദ്രൻ്റെ ഭ്രമണപഥം വിട്ട് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുനഃപ്രവേശനം ചെയ്ത് ആ സാമ്പിൾ ഇവിടെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. ചന്ദ്രയാൻ 4 എന്ന് പറയുന്ന അടുത്ത പദ്ധതിക്ക് ഗവൺമെൻറ് അംഗീകാരം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കുന്ന പദ്ധതി ഗഗൻയാൻ പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മനുഷ്യനെ വിടുന്നതിന് മുന്നോടിയായിട്ട് 3 അൺമാൻഡ് ഫ്ലൈറ്റ്സ് ഉണ്ട്, മനുഷ്യനെ ഇല്ലാതെ പറക്കുന്ന. അതിലെ ആദ്യത്തെ അൺമാൻഡ് ഫ്ലൈറ്റ് ചെയ്യുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അതിനു വേണ്ടിയിട്ടുള്ള വെഹിക്കിൾ സിസ്റ്റംസ് റെഡിയായി ശ്രീഹരിക്കോട്ടയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗഗൻയാൻ കഴിഞ്ഞാൽ ഗഗൻയാൻ്റെ ആദ്യം അപ്രൂവ് ചെയ്ത പ്രോഗ്രാം അനുസരിച്ച് 2-3 പേര് സ്പേസിൽ 400 കിലോമീറ്ററിൽ പോയി ഏതാനും ദിവസം ചിലവഴിച്ച് സുരക്ഷിതമായിട്ട് തിരിച്ചെത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ മാൻഡേറ്റ്. പക്ഷേ ഇപ്പോൾ ഗഗൻയാൻ ഫോളോ ഓൺ മിഷൻസ് എന്ന് പറഞ്ഞ് കൂടുതൽ മിഷൻസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കുന്ന പരിപാടി തുടരും. മാത്രമല്ല നമ്മുടെ ചൊവ്വയാണ് ഒരു വശത്ത് ഭൂമിയുടെ അയൽവാസി, അതുപോലെ മറു സൈഡിൽ സൂര്യനോടടുത്തുള്ളത് വീനസാണ്. ഈ വീനസിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു പദ്ധതിക്കും അപ്രൂവലുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന LV-M3 ആണ്. ഇതിന് ഏകദേശം 10 ടൺ ലോ എർത്ത് ഓർബിറ്റ്, അതായത് 400-500 കിലോമീറ്ററിൽ കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റിയാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ കൂടുതൽ ശക്തമായ ഒരു റോക്കറ്റ് വികസിപ്പിക്കേണ്ടതിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ഏതാണ്ട് 30 ടണ്ണോളം ഈ പറയുന്ന 400 കിലോമീറ്റർ 500 കിലോമീറ്റർ എത്തിക്കാവുന്ന പുതിയ ഒരു ലോഞ്ച് വെഹിക്കിളിൻ്റെ വികസനം, അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിക്കും അപ്രൂവലായിട്ടുണ്ട്. ഇങ്ങനെ പല സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി, അങ്ങനെ പലവിധ മേഖലയിൽ പല നൂതന പദ്ധതികളും നമ്മളിപ്പോൾ സമാന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയാനെ പറ്റി പറയുമ്പോഴാണ് ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ അവരുടെ 2ാം ചന്ദ്ര പദ്ധതിക്ക് തുടക്കമിട്ടുണ്ട്, ആർട്ടിമിസ്. അതായത് മനുഷ്യനെ ഒരിക്കൽ കൂടി ചന്ദ്രനിലെത്തിക്കുക. ആ ഒരു പഴയ കാലത്ത് അവർ ശീതയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് റഷ്യയോട് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനോട് ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചാന്ദ്ര പദ്ധതികൾ അന്ന് ആവിഷ്കരിച്ചത്. അതെ. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി വലിയ ലക്ഷ്യങ്ങളാണ്. അതായത് ചന്ദ്രനിൽ ഒരു പെർമനൻ്റായി മനുഷ്യൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുക, ചന്ദ്രനിലെ ധാതുക്കൾ ഖനനം ചെയ്യുക. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ലക്ഷ്യങ്ങളാണോ? ഇപ്പം ഇന്ത്യക്കും അങ്ങനെ ഒരു ലക്ഷ്യമുള്ളതായിട്ട് ഈ ചന്ദ്രയാൻ പദ്ധതികളുടെ അവസാന ഭാഗങ്ങളിൽ അങ്ങനെ കേട്ടിരുന്നു. അതായത് ചന്ദ്രനിൽ ഇന്ത്യയുടെയും സാന്നിധ്യം ഉറപ്പാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സത്യത്തിൽ ഈ മൂൺ മൈനിങ്, ചന്ദ്രൻ ഉപയോഗിച്ചിട്ടുള്ള ഭൂമിയിലേക്ക് ചന്ദ്രനിൽ നിന്ന് ധാതുക്കൾ കൊണ്ടുവരിക, ഇതൊക്കെ യാഥാർത്ഥ്യമാണോ അതോ ഇപ്പോഴും ഒരു ഭാവനയുടെ പിന്നാലെയുള്ള പോക്കാണോ എന്നൊരു ചോദ്യം. ചില കാര്യങ്ങൾ ചില സമയത്ത് ഫിക്ഷനായിട്ട് തോന്നും. സാറ്റലൈറ്റ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്താമെന്ന് അന്ന് പറഞ്ഞപ്പോഴും അതും ഒരു ഫിക്ഷനായിരുന്നു. പല ശാസ്ത്ര മുന്നേറ്റങ്ങളും ആദ്യകാലത്ത് ഇതൊരു നടക്കുമോ എന്നുള്ളൊരു ആശങ്ക തോന്നും. നമുക്കറിയാം 60കളിൽ 69ലാണ് കൃത്യമായിട്ട് ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത്. അതിനുശേഷം ഒരു തവണയില്ല 6 തവണ 12 മനുഷ്യർ ചന്ദ്രനിൽ കൂടെ ചന്ദ്രനിൽ നടന്നിട്ടുണ്ട്. അതിൽ 18 പേര് ചന്ദ്രനെ വലം വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് തീർച്ചയായിട്ടും ആ മിഷൻസ് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. കാരണം
എന്താണ് അതിൽ നിന്നുള്ള റിട്ടേൺസ്, ചന്ദ്രൻ, ചൊവ്വ മുതലായ ഗ്രഹങ്ങളിൽ പോയാൽ എന്തുവാണ് മനുഷ്യന് കിട്ടാവുന്ന പ്രയോജനങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു എക്കണോമിക് ഔട്ട്ലുക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അന്നൊരു പക്ഷേ കൂടുതലും ഈ പറഞ്ഞ പോലെ ശീതസമരത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ഇപ്പം ലോകത്ത് എല്ലായിടത്തും നോക്കിയാൽ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ മാത്രം കീഴിലല്ല ഇന്നിപ്പം സ്പേസ് റിസർച്ചോ നടക്കുന്നത്. ലോകത്തെമ്പാടും നോൺ ഗവൺമെൻറ്റൽ എൻറ്റിറ്റീസ്, പ്രൈവറ്റ് പാർട്ടീസ്, ഇവരെല്ലാം സ്പേസിൽ വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം അമേരിക്കയിലാണെങ്കിൽ സ്പേസ് എക്സ്, എലൻ മസ്കിൻ്റെ സ്പേസ് എക്സ്, അതുപോലെ ജെഫ് ബെസോസ്, അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെ നോൺ ഗവൺമെൻറ്റൽ എൻറ്റിറ്റീസ് സ്പേസിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിലും ഇപ്പോൾ ആ ഒരു പ്രവണതയുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഇൻസ്പേസ് മുതലായ പുതിയ ഇൻ്റർഫേസ് സംവിധാനം വന്നതിന് ശേഷം നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 150-200ഓളം സ്പേസ് മേഖലയിൽ തന്നെ സ്റ്റാർട്ടപ്പുകളുണ്ട്. അപ്പോൾ നമുക്കറിയാം ഭൂമിയിലെ ജനസംഖ്യ കൂടുന്നു, ഭൂമിയിലുള്ള റിസോഴ്സസ്, പ്രത്യേകിച്ചും ഫോസിൽ ഫ്യൂവൽ പോലുള്ള റിസോഴ്സസുകൾ ലിമിറ്റഡാണ്. അത് ജനറേറ്റ് ചെയ്യാനായിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭൂമിയിലെ റിസോഴ്സസിൻ്റെ ദൗർലഭ്യം തീർക്കുക, അതുപോലെ തന്നെ കൂടുതൽ എവിടെയെങ്കിലും മനുഷ്യരാശിക്ക് ചേക്കേറി പാർക്കണമെങ്കിൽ, ഇപ്പം അതൊരു വേറെ എന്തെങ്കിലും ത്രെട്ടാവാം, ഒരു അസ്ട്രോയിഡ് ത്രെട്ടാവാം, അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അതിന് പറ്റിയ ഇന്ന് സൗരയൂഥത്തിലെ ഏക ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയിലേക്ക് നേരിട്ട് പോകാൻ ഇന്നത്തെ പ്രൊപ്പൽഷൻ സിസ്റ്റം വെച്ച് നമുക്കറിയാം അത് മാസങ്ങളോളം എടുക്കുന്ന യാത്രയാണ്. അപ്പോൾ എന്തുകൊണ്ട് മൂൺ എന്നുള്ളത് ഇടത്താവളമായിക്കൂടാ? മൂണ് ഇടത്താവളമായി വികസിപ്പിച്ച് മൂണിന് ചുറ്റും ആർട്ടിമിസ് എന്ന് പറയുന്ന ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാവുക, അവിടെ സ്ഥിരം ആൾക്കാർ ഉണ്ടാവുക, അങ്ങനെ ഒരു ബേസ് സ്റ്റേഷനായിട്ട് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ മൂണിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എങ്ങനെ ഉപയോഗിച്ച് അവിടുന്ന് പിന്നീടുള്ള പ്രയാണത്തിന് അവിടുത്തെ റിസോഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം. ഇത് ഇന്നിപ്പോൾ ഒരു വളരെ റിയാലിറ്റിക്ക് അടുത്തെത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഒരു ഫിക്ഷൻ അല്ല, ഇതൊരു നെസസിറ്റിയാണ് ഇപ്പോൾ. സാറേ, ഈ ചിഹ്നഗ്രഹങ്ങളുടെ അപകടത്തെപ്പറ്റി ഇതിനിടയ്ക്കൊന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉള്ള ചോദ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഹോളിവുഡിൽ ആർമഗഡൺ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു. ഒരു ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് വരുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യരാശി നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ ആർമഗഡൺ എന്ന ചിത്രത്തിൻ്റെ പ്രമേയം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഭൂമിയിലെ പല അപകടങ്ങളെപ്പറ്റിയും ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ചുഴലിക്കാറ്റ്, സുനാമി, അഗ്നിപർവ്വത വിസ്ഫോടനം. പക്ഷെ ഒരിക്കലും ഈ ചിഹ്നഗ്രഹങ്ങൾ ഉയർത്തുന്ന ഒരു അപകടങ്ങൾ വലുതായിട്ട് ചർച്ചയാവാറില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അതൊരു ചർച്ചയായിട്ടുണ്ട്. അതായത് സൗരയൂഥത്തിൽ ചിഹ്നഗ്രഹങ്ങൾ ധാരാളം ഉണ്ട്. നമുക്കത് എത്രത്തോളം അപകടകരമാണെന്ന് നമുക്കിപ്പോഴും അത് കണക്കാക്കാൻ പറ്റിയിട്ടില്ല. ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പല കാലഘട്ടങ്ങളിൽ ചിഹ്നഗ്രഹങ്ങൾ ഇവിടെ വീണിട്ടുണ്ട്, ഉൽക്ക വീണിട്ടുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ദിനോസറുകളെ 6.5 കോടി വർഷം മുമ്പ് ക്രട്ടേഷ്യസ് കാലഘട്ടത്തിൽ ഒരു യൂക്കാട്ടൻ എന്ന് പറയുന്ന മേഖലയിൽ ഒരു ചിഹ്നഗ്രഹം വീണതും നശിച്ചതും. ഈ അടുത്ത കാലത്ത് റഷ്യയിൽ ചെല്ലിബിൻസ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉൽക്ക വീഴുകയുണ്ടായി. അപ്പോൾ എത്രത്തോളമാണ് ഈ ചിഹ്നഗ്രഹങ്ങൾ മൂലം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ചിഹ്നഗ്രഹങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരു ക്ലിയർ ആൻഡ് പ്രസൻറ്റ് ഡേഞ്ചർ എന്ന് പറയുന്നത് എത്രത്തോളം അതിന് തീവ്രതയുണ്ട്? നമുക്ക് ഭൂമിയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തരീക്ഷമാണ്. നമുക്കറിയാം 100 കിലോമീറ്ററോളം കനത്തിൽ ഭൂമിക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതിൽ താഴെ നമ്മളൊക്കെ ഈ നിൽക്കുന്നിടത്ത് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. യഥാർത്ഥത്തിൽ ഈ 100 കിലോമീറ്ററിലെ എയർ കോളത്തിൻ്റെ ഭാരമാണ് പ്രഷറായിട്ട് നമ്മൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ വെളിയിൽ നിന്നും ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന പല ചെറിയ ചിഹ്നഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഈ റോക്കറ്റിൻ്റെ ഭാഗങ്ങളോ അല്ലെ സാറ്റലൈറ്റ് ഭാഗങ്ങളോ അത് വരുന്നത് വളരെയധികം ഉയർന്ന വെലോസിറ്റിയിലാണ്. 7-8 കിലോമീറ്റർ പെർ സെക്കൻഡ് മുതൽ അങ്ങോട്ടുള്ള വെലോസിറ്റിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഊർജത്തിൽ, ആ ഒരു എനർജിയിൽ ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പം ഈ അന്തരീക്ഷവുമായിട്ടുണ്ടാകുന്ന ആ ഒരു ഘർഷണം കൊണ്ട് തന്നെ ഒരുമാതിരി എല്ലാ ചെറിയ ഗ്രഹങ്ങളും അല്ലെങ്കിൽ ചിഹ്നഗ്രഹങ്ങളോ അല്ലെങ്കിൽ റോക്കറ്റിൻ്റെയോ സാറ്റലൈറ്റിൻ്റെയോ അവശിഷ്ടങ്ങൾ അത് അഗ്നിക്കിരയാകുകയാണ്. അതിന് പലപ്പോഴും താഴെ എത്താറില്ല. പലപ്പോഴും അതിൻ്റെ സൈസ് ഒരു പരിധി കൂടുമ്പോൾ, അതായത് ഈ അന്തരീക്ഷത്തിൽ കൂടെ സഞ്ചരിച്ചതിന് ശേഷം അതിൽ ബാക്കി വരുന്ന ഭാഗമാണ് വന്ന് ഭൂമിയിൽ പതിക്കുകയും ഇതുപോലെ വളരെ റെയറായിട്ട് ഇത് 20-ാം നൂറ്റാണ്ടിൽ ആദ്യ ഭാഗത്ത് സൈബീരിയയിൽ പതിച്ച ഒരു ഏതാണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററാണ് അവിടുത്തെ വനം നശിച്ചത്. അപ്പോൾ അതൊരു സാധ്യതയാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ നിരവധി ഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും ഈ ഗ്രഹങ്ങളുടെ തന്നെ അവശിഷ്ടങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്ന് രക്ഷപ്പെടുന്ന ഗ്രഹങ്ങളുടെ ഭാഗങ്ങൾ
ഇതൊക്കെ ഭൂമിയിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഇനിയിപ്പോൾ 2029 അഫോഫീസ് എന്ന് പറയുന്ന ഏതാണ്ട് 300 മീറ്ററോളം സൈസുള്ള ഒരു ചിന്ന ഗ്രഹത്തിൻ്റെ ഭാഗം ഏതാണ്ട് 36,000 കിലോമീറ്ററോളം അടുത്ത്, അതായത് നമ്മുടെ ഒരു ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റില്ലേ, കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ സാറ്റലൈറ്റ് വിടുന്നത് 36,000 കിലോമീറ്റർ, അതിനടുത്ത് വരെ, ഭൂമിക്ക് അടുത്ത് വരെ എത്തി കടന്നു പോകുന്ന ഒരു പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇറ്റ്സ് എ പോസിബിലിറ്റി. അപ്പോൾ അതായത് ഭൂമിക്ക് അടുത്തെത്തുന്ന ഒരു ഗ്രഹത്തെ പഠിക്കുക എന്നുള്ളതും വളരെയധികം, ആ ചിന്ന ഗ്രഹത്തെ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്കറിയാം ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഇന്നത്തെ മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്ന് ഇങ്ങനൊരു ത്രെട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ നമുക്കറിയാൻ പറ്റും. ഈ പറയുന്ന ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ഇപ്പം നേരത്തെ നാസയുടെ തന്നെ ഡാർട്ട് എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് ഈ വരുന്ന ചിന്ന ഗ്രഹത്തെ വളരെ ദൂരെ തന്നെ അതിൻ്റെ ഗതി മാറ്റി വിടുക. നമ്മളൊരു റോക്കറ്റ് ഉപയോഗിച്ച് അതിനെ ഗതി മാറ്റി വിട്ടാൽ അത് ഭൂമിയിൽ പതിക്കുന്നതിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൗത്യം അതിന് രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളും ഇതിന് ഭാഗമാണ്. അതുപോലെ നമുക്കും അതിൻ്റെ നേത്ര എന്നൊരു പദ്ധതിയുണ്ട്. അതായത് നമ്മൾ ഈ ഗ്രഹങ്ങളെ, ഇതുപോലുള്ള ഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, ചിന്ന ഗ്രഹങ്ങൾ, അതുപോലുള്ള ഡെബ്രി. അപ്പോൾ ആ ഡേറ്റയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് വളരെ കുറവാണ്. പക്ഷേ എല്ലാ രാജ്യങ്ങളും അതിൽ വളരെയധികം ശ്രദ്ധാലുക്കളാണ്. കാരണം ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ എങ്ങനെ നമ്മളതിനെ നേരിടണമെന്നുള്ളത്. നമ്മുടെ അയൽരാജ്യമായ ചൈന നമ്മളോട് എല്ലാ മേഖലകളിലും മത്സരം പുലർത്തുന്നുണ്ട്. അത് ഇപ്പോൾ സൈന്യത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സ് ആയാലും നമ്മുടെ ആ മേഖലയിൽ ഒരു വലിയ ശക്തിയാവുക എന്നുള്ള ഇന്ത്യയുടെ ഒരു ആഗ്രഹത്തിന് പലപ്പോഴും ചൈന തുരങ്കം വെക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ പല അയൽ രാജ്യങ്ങളെയും അവർ നന്നായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ കാര്യം എടുത്താലും സൈനികമായി അവർ വളരെ വളർന്നിരിക്കുന്നു. ഈ ഒരു മത്സരം ബഹിരാകാശ മേഖലയിലും ഉള്ളതായി തോന്നാറുണ്ട്. അതായത് ചൈന വളരെ റാപ്പിഡായിട്ടാണ് അവരുടെ ബഹിരാകാശ പ്രോഗ്രാമുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ സ്പേസ് സ്റ്റേഷൻ 6 യാത്രികർ ഇപ്പോൾ ആയി അവരുടെ സ്പേസ് സ്റ്റേഷനിൽ. അത് പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാകുമ്പോൾ ഒരുപക്ഷെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിനെ കവച്ചു വെക്കുന്ന മികവോടെയുള്ളൊരു സ്പേസ് സ്റ്റേഷൻ ആകുമെന്ന് ലോകം കണക്കാക്കുന്നു, ചൈനയുടെ ടിയാൻഗോങ്. അപ്പോൾ ഇതുപോലെ ചൈന എന്ന് പറയുന്ന ഒരു വൻശക്തിയുമായി ഇന്ത്യക്കൊരു ബഹിരാകാശ റേസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ചൈനയെ നേരിടാൻ എന്താണ് നമ്മുടെ മുന്നിലുള്ള സ്ട്രാറ്റജി? നമുക്ക് ആരുമായിട്ടും ഒരു റേസും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ എന്തെങ്കിലും റേസ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മളോട് തന്നെയാണ്. നമ്മൾ കണ്ടുപിടിച്ചതിനെ എങ്ങനെ ഒരു പടി കൂടെ ഇമ്പ്രൂവ് ചെയ്ത് നമുക്കതിനെ എങ്ങനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാം, എങ്ങനെ എക്കണോമിക്കലാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ചൈന മാത്രമല്ല, പല പ്രൈവറ്റ് ഏജൻസീസും സ്പേസ് സ്റ്റേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ സ്പേസ് സ്റ്റേഷൻ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കിയിട്ട് സ്പേസ് ടൂറിസം ആക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നുള്ള പല രാജ്യങ്ങളും ചേർന്നുള്ള സ്പേസ് സ്റ്റേഷനാണ്. അപ്പോൾ ഓരോ രാജ്യത്തിനും അവരുടേതായ പ്രയോറിറ്റീസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു സ്പേസ് സ്റ്റേഷൻ്റെ പദ്ധതി ഇപ്പോൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ആദ്യത്തെ മൊഡ്യൂൾ 2028 നമ്മൾ വിക്ഷേപിക്കും. കാരണം ഈ ഗഗൻയാൻ പോലുള്ള പദ്ധതിയിൽ നമ്മളൊരു ചെറിയ ക്രൂ മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു ചെറിയ വോളിയത്തിൽ കുറച്ച് ദിവസം സ്പേസിൽ സ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷേ നമുക്ക് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ച് കൂടുതൽ നാൾ ബഹിരാകാശത്തിൽ മനുഷ്യൻ വസിക്കുമ്പോൾ അവർക്കുണ്ടാകാവുന്ന മെഡിക്കൽ പ്രോബ്ലം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവർ ബോൺ ലോസ് ഉണ്ടാവാം, അവരുടെ ബോഡി ഫിസിയോളജി തന്നെ ഈ പറയുന്ന പുതിയ സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള മെഡിക്കൽ എക്സസൈസുകൾ, അതുപോലെ പല കാര്യങ്ങളും ഈ ഷോർട്ട് ടേം ലോങ് ടേം എന്നുള്ള ഇതിൽ വരുമ്പോൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമുക്കും മനുഷ്യൻ്റെ ലോങ് ടേം എഫക്റ്റ് ഇൻ വെയ്റ്റ്ലെസ്നെസ്, അതായത് സ്പേസിലായിട്ടിരിക്കുമ്പോൾ എങ്ങനെ അതിനെ നേരിടണം എന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് നമ്മുടേതായ സ്പേസ് സ്റ്റേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റേതായ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. പ്രൈവറ്റ് പ്ലെയേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത കാലത്തായിട്ട് ബഹിരാകാശ മേഖലയിൽ ഒരു 2 പതിറ്റാണ്ടായി ഈ വാണിജ്യ ഉദ്ദേശത്തോടു കൂടിയുള്ള വിക്ഷേപങ്ങൾ വളരെ കൂടുതലാണ്. അതിപ്പോൾ ഇന്ത്യ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും. അപ്പം പഴയ കാലത്ത് രാജ്യങ്ങൾ ബഹിരാകാശ ഏജൻസികൾ സ്ഥാപിച്ചപ്പോൾ മനുഷ്യൻ്റെ ആ ഒരു അറിവ്, ഭൂമിക്ക് അപ്പുറത്തേക്കുള്ള അറിവ് കൂട്ടുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് ഒറിജിനൽ റിസർച്ച്, ബഹിരാകാശത്തെ പറ്റിയുള്ള ഒറിജിനൽ റിസർച്ച് ആയിരുന്നു പ്രധാനമായിട്ടും ലക്ഷ്യം. നാസയൊക്കെ ഒരുപാട് പദ്ധതികൾ, ദൗത്യങ്ങൾ അതിനുവേണ്ടി നടത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഈ വാണിജ്യപരമായ വിക്ഷേപണങ്ങളും വാണിജ്യപരമായ മറ്റ്
പ്രവർത്തനങ്ങളും വന്നപ്പോൾ ഈ ഒറിജിനൽ റിസർച്ച് പിന്നോക്കം പോകുന്നുണ്ടോ? അതായത് ബിസിനസ് ഇതിനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ? ഉദാഹരണത്തിന് ഇപ്പോൾ സ്പേസ് എക്സ് ഒക്കെ തന്നെ കൂടുതലും അവരുടെ ഒരു ഉപഗ്രഹ വിക്ഷേപണങ്ങളും പിന്നെ അതുപോലെ അവരുടെ ഒരു ഇൻ്റർനെറ്റ് സ്റ്റാർലിങ്ക് എന്ന ഇൻ്റർനെറ്റ് പദ്ധതി മുന്നിട്ടുള്ള ഉപഗ്രഹ വിക്ഷേപണങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് കാണുന്നത്. അല്ലെ, ഒരു ബിസിനസ് ആംഗിൾ എപ്പോഴും അതിനുണ്ട്. അപ്പോൾ അത് ഇതിനെ ഓവർകം ചെയ്യുമോ? സ്പേസ് എന്ന് പറയുന്നത് ആഗോളതലത്തിൽ നോക്കിയാൽ അതൊരു എമർജിങ് എക്കണോമിയാണ്. ശരിക്കും പറഞ്ഞാൽ 450 മുതൽ 600 ബില്യൺ ഡോളർ വരാവുന്ന, അതായത് 2030-ഓ 40-ഓ കാലത്തിലെത്തുമ്പോൾ അതുപോലെ സാധ്യതയുള്ളൊരു ഒരു എക്കണോമി ആയിട്ടാണ് ഇപ്പം ലോകരാജ്യങ്ങളെല്ലാം കാണുന്നത്. പക്ഷേ അതിന് വേണ്ടി നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ അതിലുള്ള അവസരങ്ങൾ അതിൽ നമുക്ക് മുതലെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ടെക്നോളജി വികസിപ്പിക്കേണ്ടതാണ്. ഇപ്പം സ്പേസ് എക്സിൻ്റെ തന്നെ കാര്യം പറഞ്ഞു. സ്പേസ് എക്സ് വളരെ വളരെ നൂതനമായ പല ടെക്നോളജികളും R&Dയുടെ ഭാഗമായിട്ട് വികസിപ്പിക്കുന്നുണ്ട്. സ്റ്റാർലിങ്ക് തന്നെ ലോ ലേറ്റൻസി ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന ഇപ്പോൾ അടുത്ത ദിവസമാണ് അവർ ഒരു വെഹിക്കിളിൻ്റെ സ്പെൻ സ്റ്റേജിനെ വളരെ കൃത്യതയോടുകൂടി ലോഞ്ച് പാഡിലിരിക്കുന്ന റോബോട്ടിക് ആം കൊണ്ട് പിടിച്ചെടുത്ത് പുനരുപയോഗിക്കുക, അങ്ങനെ കോസ്റ്റ് കുറയ്ക്കുക. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഭാഗത്താകുമ്പോൾ അത് എത്രത്തോളം എക്കണോമിക്കലായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്തെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിനുള്ള പ്രോഫിറ്റ് കൂടുക. അപ്പോൾ R&D എപ്പോഴും R&Dയുടെ ഒരുപക്ഷെ അല്പം കൂടെ ദ്രുതഗതിയിലാവാം. കാരണം ചില കാര്യങ്ങൾ നിശ്ചിത സമയത്തിനാവും നേടണമെന്നുണ്ടെങ്കിൽ R&D ചിലപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സിൽ ഇസ്രോ എപ്പോഴും R&Dക്ക് വളരെയധികം ത്രസ്റ്റ് കൊടുത്തിരുന്നു, ഇപ്പോഴും അതെ. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചില റുട്ടീൻ ലോഞ്ചസ് അതുപോലുള്ള ചില കാര്യങ്ങൾ നമ്മൾ കൂടുതലും ഇൻഡസ്ട്രിയിലേക്ക് ഓഫ്ലോഡ് ചെയ്യുകയാണ്. അതനുസരിച്ച് നമുക്ക് കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് ടൈം കിട്ടും. കഴിഞ്ഞ വർഷം അമേരിക്കയുടെ കോൺഗ്രസ്സിൽ ഈ ഒരു റിപ്പോർട്ട് പെൻറ്റഗൺ സമർപ്പിച്ചിരുന്നു. അതായത് അമേരിക്കയിൽ കാണപ്പെട്ടുള്ള അജ്ഞാത പേടകങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടായിരുന്നു. അതായത് കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ അവരുടെ നേവിയും സാധാരണക്കാരും അല്ലാത്തവരും ഒക്കെ കണ്ട അജ്ഞാത പേടകങ്ങൾ, അതായത് ഭൂമിയിലെ സാധാരണ ഒരു സ്പേസ് ക്രാഫ്റ്റോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിനോ പറ്റാത്ത രീതിയിൽ ചലിക്കുന്ന പേടകങ്ങൾ. ചിലത് കടലിനുള്ളിലേക്ക് പോകുന്നു എന്ന് പറയുന്നു, ചിലത് കടലിൽ നിന്ന് പൊങ്ങി വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും അമേരിക്കയിൽ ഈ അന്യഗ്രഹ ജീവികളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ടൊരു വലിയ ക്രൈസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായി അത് വലിയൊരു ഫ്രൻസി ഉണ്ടാക്കി. അതായത് അന്യഗ്രഹ പേടകങ്ങളാണിത്. അപ്പോൾ നാസയ്ക്ക് പോലും പലപ്പോഴും സ്ഥിരീകരണം കൊടുക്കേണ്ടി വന്നു. അതായത് ഇത് നമുക്കറിയില്ല അന്യഗ്രഹമാണോ അല്ലാത്തതാണോ എന്നറിയില്ല, ഒരു അജ്ഞാത പേടകങ്ങളാണെന്ന്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ബഹിരാകാശ മേഖലയുടെ ഫസ്റ്റ് ലൈൻ ISRO ആണ്. അപ്പോൾ ISROയ്ക്ക് ഈ ഒരു കാര്യത്തിൽ എന്താണ് നിലപാട്? താങ്കൾക്ക് പേഴ്സണലായിട്ട് ഈ അന്യഗ്രഹ ജീവികളെ പറ്റി എന്താണ് താങ്കളുടെ ഒരു ചിന്ത എന്താണ്? അത് ഉണ്ടാകാമോ, അവർ വരാമോ, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? കവി പറഞ്ഞ പോലെ അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ഭൂലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. നമുക്കറിയാം ഇന്നത്തെ ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 98 ബില്യൺ ലൈറ്റ് ഇയേഴ്സാണ്. ഒരുപക്ഷെ നമുക്കൊക്കെ മനസ്സിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരമുള്ളൊരു സൈസാണ്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് പ്രകാശം 1 വർഷം സഞ്ചരിക്കുന്നത്. അതായത് 1 വർഷം പ്രകാശം ഏതാണ് 93 ട്രില്യൺ കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ ഈ 98 ബില്യൺ ലൈറ്റ് ഇയേഴ്സാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നത്. അതായത് ബിഗ് ബാങ് എന്നുള്ള തിയറി തുടങ്ങിയിട്ട് ഇന്ന് പ്രപഞ്ചത്തിൻ്റെ ഒരു ബൗണ്ടറി കണക്കാക്കണം. പക്ഷേ അതല്ല, അതിനപ്പുറത്തേക്കും പ്രപഞ്ചമുണ്ട്. നമ്മൾ വസിക്കുന്ന ഈ സൗരയൂഥം, ഈ പറയുന്ന സോളാർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയാണ്. അതുപോലെ നമുക്കറിയാം കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. മറ്റുള്ള സ്റ്റാർസിനെ ചുറ്റുന്ന എക്സോ പ്ലാനറ്റ്, ഇപ്പോൾ തന്നെ ഏതാണ്ട് 5000-ഓളം എക്സോ പ്ലാനറ്റ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഇൻറ്റ്യൂട്ടീവായിട്ട് നോക്കി തന്നെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ, ഇത്രയും വിസ്തൃതമായൊരു പ്രപഞ്ചത്തിലുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ലോജിക്കലി വി ക്യാൻ ഓൾവേസ് തീർച്ചയായിട്ടും അന്യഗ്രഹ ജീവികൾ ഉണ്ടാവാം. അതിന് ഇതുവരെ നമുക്ക് ഒരു പ്രൂഫും കിട്ടിയിട്ടില്ല. അവർ ആ ജീവൻ നമ്മളെക്കായാലും കൂടുതൽ പുരോഗമിച്ചവരാണോ അതോ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈഫ് ഫോം, നമ്മൾ കണ്ടു പരിചയപ്പെട്ട ലൈഫ് ഫോം ആയിരിക്കണം എന്നില്ല അവിടെയുള്ളൂ. അതുകൊണ്ട് നമുക്കെപ്പോഴും ഒരു അനാലജി വെച്ച് പറയാം, കാണും. പിന്നെ ഒത്തിരി ക്ലെയിംസ് വരുന്നുണ്ട്. ഈ UFO അല്ലെങ്കിൽ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്,
ഈ പലരും ആൾക്കാർ അയക്കുന്നത് പലപ്പോഴും കൃത്യമാവണമെന്നില്ല. പലരും കണ്ടു എന്ന് പറഞ്ഞ് ഫോട്ടോ അയക്കുന്നുണ്ട്. ഇപ്പോൾ നാസ തന്നെ പറയുന്നു അവർക്ക് ഇതിൽ വളരെ സീരിയസ് ആയിട്ട് ഒരു ഡയറക്ടറേറ്റ് തന്നെ ഉണ്ടാക്കി ഇതിന് കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്യാൻ. അതുപോലെ പൊതുജനമാണ് ഇതിൽ ഏറ്റവും നല്ല, കാരണം നമ്മുടെ കയ്യിലിപ്പം പലതരം നൂതന സംവിധാനങ്ങളുണ്ട്, മൊബൈലുണ്ട്, പലതരം ആപ്സ് ഉണ്ട്. ഇതുപോലെ വെച്ചിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെ UFOയെ ശാസ്ത്രീയമായിട്ട് ഇതുവരെ കണ്ടെത്തിയതിന് ഒരു തെളിവുകളുമില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള അന്യഗ്രഹ ജീവികൾ ഉണ്ടാവാം. അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ തന്നെ അവ ഭൂമിയിൽ വരാനുള്ള സാധ്യത, അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറി തന്നെ ഒരുപാട് ദൂരെയാണ്, പ്രകാശവർഷങ്ങൾ അകലെയാണ്. അപ്പോൾ അത് നമ്മുടെ ചുറ്റുമുള്ള, ഇപ്പോൾ സൗരയൂഥത്തിൽ ഏതെങ്കിലും ഗ്രഹത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉപഗ്രഹങ്ങളിൽ മനുഷ്യനെ പോലെ ബുദ്ധിശക്തിയുള്ള ഒരു സമൂഹം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണോ എന്ന്? മനുഷ്യനെ പോലെ ആവണമെന്നില്ല. മനുഷ്യനേക്കായി കൂടുതൽ ബുദ്ധിശക്തി ഉള്ളവരാവാം, അല്ലെ മനുഷ്യനേക്കായി കുറഞ്ഞ ബുദ്ധിശക്തി ഉള്ളാവാം. അതിൻ്റെ ആ ലൈഫ് ഫോം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവണമെന്നില്ല. നമ്മൾ ഓരോ ദിവസവും ശാസ്ത്രത്തിൻ്റെ പുതിയ പുതിയ മേഖലകളിലേക്ക് പോകണം. 16-17 നൂറ്റാണ്ടുകളിലൊക്കെ നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആയിരുന്നു. 19-20 വന്നപ്പോഴത്തേക്ക് ഐൻസ്റ്റീൻ വന്നപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ആയി. ഇപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു ലൈറ്റാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്. പക്ഷേ ഇന്നിപ്പം ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിലെ പുതിയ പല കണ്ടുപിടുത്തങ്ങളും, അതായത് ഈ പറയുന്ന വിസ്തൃതമായ ഈ യൂണിവേഴ്സിൻ്റെ ഒരറ്റത്തിരിക്കുന്ന ഒരാറ്റത്തിന് സൈമൾട്ടേനിയസ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ആറ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു വലിയ റെവല്യൂഷണറി കണ്ടുപിടുത്തമാണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഇനിയും പഠിക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു അന്വേഷണത്തിൽ ഒരുപക്ഷെ നമ്മൾ അവരെ കണ്ടെത്താം, അവരുമായിട്ട് ഹസ്തദാനം നടത്തിയേക്കാം. അത് നമുക്ക് മുന്നോട്ട് നോക്കാം. അങ്ങനെ ഒരു കണ്ടെത്തലുണ്ടായാൽ അന്യഗ്രഹ ജീവികൾ നമ്മളെ അധിനിവേശം നടത്തുന്ന ഒരു സാധ്യത, പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന പോലെ അങ്ങനെ ഒരു സാധ്യത, തമാശയാണ് എന്നാലും ഭാവന. അത് മഹാത്മാഗാന്ധിജി പറഞ്ഞ പോലെ, അതായത് എല്ലാവരുടെയും നീഡിന് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സ് നമ്മുടെ ഭൂമിയിലുണ്ട്. പക്ഷേ ഗ്രീഡിന് അതിലുള്ള റിസോഴ്സ് ഇല്ല എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതി വെച്ച് നോക്കുമ്പോൾ ധാരാളം സ്പേസ് അവൈലബിളാണ്. അങ്ങനെ ഒരു അധിനിവേശമോ അതിനെക്കുറിച്ചൊന്നും ഇപ്പം യാതൊരു തെളിവുമില്ല. അങ്ങനെയൊന്നും നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നു. നമ്മുടെ റോക്കറ്റുകൾ ഇപ്പോൾ LVM-3 ആണ് നമ്മുടെ ഏറ്റവും ശേഷിയുള്ള റോക്കറ്റ്. അതിൽ പക്ഷേ US നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇപ്പോൾ സ്റ്റാർഷിപ്പ്, സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പോ അല്ലെങ്കിൽ നാസയുടെ തന്നെ പഴയ സാറ്റേൺ 5 പോലെയുള്ള വലിയ വലിയ റോക്കറ്റുകൾ നമ്മൾ എന്നായിരിക്കും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുക? അങ്ങനത്തെ ഒരു ഡെവലപ്മെൻറ്റ് വരുമ്പോഴല്ലേ നമുക്ക് ഈ പ്രപഞ്ച പര്യവേഷണത്തിൽ പൂർണ്ണ കരുത്തോടെ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിക്കുന്നത് നമ്മുടെ റിക്വയർമെൻറ്റ്സൂടെ നോക്കിയിട്ടാണ്. ഇപ്പോൾ സ്റ്റാർഷിപ്പ് പോലൊരു വളരെ ശക്തമായ ഒരു റോക്കറ്റ് വികസിപ്പിച്ചാൽ അത് ലോഞ്ച് ചെയ്യാൻ ആവശ്യമായ പേലോഡുകൂടെ നമുക്ക് കിട്ടണം. ഇപ്പം സ്പേസ് എക്സ് ഡെവലപ്പ് ചെയ്യുന്നത് അവർക്ക് ചൊവ്വയിൽ പോകണം, അവിടെ ഒരു കോളനി വേണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് LVM-3 ശേഷം ഇപ്പം ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്, നമുക്കറിയാം പ്രൊപ്പൽഷനും പലപ്പോഴും ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് മോർ ആൻഡ് മോർ ഗ്രീൻ, അതായത് പ്രകൃതിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന പ്രൊപ്പൽഷനാണ്. ഇപ്പോൾ ക്രയോജനിക് പ്രൊപ്പൽഷൻ ഒരു വളരെ ഇതാണ്, ഗ്രീൻ പ്രൊപ്പൽഷനാണ്. അങ്ങനെ ഗ്രീൻ പ്രൊപ്പൽഷനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ഇപ്പോഴുള്ള LVM-3യേക്കാളും 3 ഇരട്ടി കപ്പാസിറ്റി. ഇപ്പം LVM-3ക്ക് 10 ടൺ കൊണ്ടാവാമെങ്കിൽ 30 ടൺ കൊണ്ടാവുന്ന ലിക്വിഡ് ഓക്സിജനും മീഥൈനോടെ ചേർന്ന് എല്ലാ സ്റ്റേജും, അതുപോലെ അപ്പർ സ്റ്റേജ് ക്രയോജനിക് ആയിട്ടുള്ള ഒരു ലോഞ്ച് വെഹിക്കിൾ നമ്മൾ അതിൻ്റെ ഓൾറെഡി അതിൻ്റെ ഡിസൈൻ കഴിഞ്ഞു, അതിൻ്റെ ഗവൺമെൻറ് അപ്രൂവൽ കഴിഞ്ഞു, അതിൻ്റെ വികസനം തുടങ്ങിയിരിക്കുകയാണ്. മേ ബി ഒരു 7-8 വർഷങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അത്തരം റോക്കറ്റുകൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മനുഷ്യനെ ചന്ദ്രനിലേക്ക് വിടുക അല്ലെങ്കിൽ അതുപോലെയുള്ള ഹെവി പേലോഡ്സ് വിടണമെങ്കിൽ 1 ലോഞ്ചല്ല, 2 ലോഞ്ചിൽ 3 ലോഞ്ചിൽ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ ഓരോ രാജ്യത്തിനും അവരുടെ സ്റ്റേറ്റഡ് പ്രോഗ്രാം അനുസരിച്ചാണ് വികസിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ സ്റ്റാർഷിപ്പ് പോലുള്ള വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വികസിപ്പിക്കാം. പക്ഷെ അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഒരു 30 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പ് തന്നെ വിമാനത്തിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായിരുന്നു. വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരെയൊക്കെ നാട്ടുകാർ അസൂയയോടെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് വലിയ പാടൊന്നുള്ള കാര്യമില്ല. നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് തന്നെ നമുക്ക് അപ്രാപ്യമൊന്നുമല്ല.
ഇതുപോലെ തന്നെ സ്പേസ് യാത്ര, അത് നിലവിലും അത് ഒരു അക്കാഡമിക് സ്വഭാവമുള്ളതും ഏജൻസികൾ നടത്തുന്നതുമാണ്. പക്ഷെ ഇപ്പോൾ ഒരു മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് വെർജിൻ ഗലാക്റ്റിക്, പിന്നെ അതുപോലെ തന്നെ ജെഫ് ബസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ, അവരൊക്കെ ഈ സ്പേസിലേക്ക് ഒരു ഷോർട്ട് ട്രിപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. സ്പേസ് എക്സ് കുറച്ചും കൂടെ നീളമുള്ള ട്രിപ്പും ചെയ്ത് ഈ ബഹിരാകാശ ടൂറിസം എന്ന് പറയുന്ന ഒരു മേഖലയ്ക്ക് തന്നെ കഴിഞ്ഞ വർഷം തുടക്കം ഇട്ടു. കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തുടക്കം ഇട്ടു. അപ്പോൾ അത് വികസിച്ച് വരികയാണെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പം ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇതുപോലെ സ്പേസിലേക്കുള്ള ലെഷർ ട്രിപ്പുകൾ എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും? അത് പ്രതീക്ഷിക്കുകയാണെങ്കിൽ തന്നെ അത് ISROയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ, അതോ അതിൽ കൂടുതൽ സ്വകാര്യ പങ്കാളിത്തം വേണ്ടി വരുമോ? ഈ സ്പേസ് ടൂറിസം എന്നുള്ളത് സ്പേസിലുണ്ടാകുന്ന വികസനത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ്. അതായത് ഈ പറഞ്ഞതുപോലെ 2 രീതിയിലാവും. ഒന്ന്, നമുക്ക് ഓർബിറ്റിൽ പോയി അവിടെ ഒരു സ്പേസ് ഹോട്ടലിൽ സ്റ്റേ ചെയ്യുക, കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു വരിക. നമുക്കറിയാം ഡെന്നിസ് ടിറ്റോ ആണ് ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ്. അതുപോലെ എഡ്ജ് ഓഫ് ദ സ്പേസ്, അതായത് 100 കിലോമീറ്ററിനെയാണ് നമ്മൾ ഈ വോൺ കാൻമാൻ ലൈൻ എന്ന് പറയുന്നത്. അത് ക്രോസ് ചെയ്താൽ സ്പേസിൽ പോയി എന്നർത്ഥം. അപ്പം ഈ പറയുന്ന വെർജിൻ ഗാലക്റ്റിക്കൊക്കെ ചെയ്യുന്നത് ആൾക്കാരെ എടുത്തിട്ട് 100 കിലോമീറ്ററിന് അപ്പുറം പോയിട്ട് നേരെ താഴോട്ട് വരിക. അപ്പോൾ ഏതാണ്ട് 2 to 3 മിനിറ്റ്സ് ഒരു വെയ്റ്റ്ലെസ്നെസ് അവസ്ഥ കിട്ടും. ആ സമയത്ത് ഇതിലുള്ള വലിയ ഇതിൻ്റെ കണ്ണാടികൾ കൂടി ഈ ലോകം മുഴുവൻ കാണാൻ പറ്റും. അതൊരു എക്സ്പെൻസീവാണ്. ഇപ്പം 20 മില്യൺ മുതൽ 15 മില്യൺ വരെയാണ് അതിൻ്റെ ഒരു സീറ്റിനുള്ള കോസ്റ്റ്. അപ്പം നമുക്ക് സ്പേസ് ടൂറിസം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വികസിപ്പിച്ച ടെക്നോളജി തന്നെ ധാരാളം മതി. ഇപ്പം ഗഗൻയാന് വേണ്ടി നമ്മൾ ക്രൂ മൊഡ്യൂൾ വികസിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗഗൻയാൻ്റെ ക്രൂ എസ്കേപ്പ് സിസ്റ്റം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലിക്വിഡ് സ്റ്റേജ് വെച്ചിട്ടൊരു ടെസ്റ്റ് വെഹിക്കിൾ ഉണ്ടാക്കുന്നു. നമ്മളൊരു പ്രിലിമിനറി സ്റ്റഡി നടത്തിയപ്പം ഈ ടെസ്റ്റ് വെഹിക്കിളിൻ്റെ മുകളിൽ ഗഗൻയാൻ്റെ ക്രൂ മൊഡ്യൂൾ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 3 പേരെയൊക്കെ 100 കിലോമീറ്റർ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാം. അതായത് ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇന്നിപ്പം ISROയുടെ ഒരു നിർദ്ദിഷ്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഈ സ്പേസ് ടൂറിസം വരുന്നില്ല. അത് നമ്മൾ പല ഇൻഡസ്ട്രീസ് അതുപോലുള്ള സ്റ്റാർട്ടപ്പ്സ് ആരെങ്കിലും താല്പര്യമുള്ളവർക്ക് ആ ടെക്നോളജി ഷെയർ ചെയ്യാൻ സന്നദ്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ മുന്നോട്ട് വന്നാൽ കൈകോർത്താൽ നമുക്ക് നമ്മുടേതായ സ്പേസ് ടൂറിസം പദ്ധതികളും തുടങ്ങാം. ഈ സ്പേസ് ടൂറിസത്തിൻ്റെ ഇത് തുടങ്ങുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം അവസരം കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ പലപ്പോഴും കാണുന്നത്. സാമ്പത്തികം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് ഇപ്പോൾ നിലവിലെ. ഇപ്പോൾ സാധാരണക്കാരിലേക്കും കൂടി ഇത്തരം പദ്ധതികൾ എത്തണ്ടേ എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞു. ഒരു കാലത്ത് വിമാനയാത്ര സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്നു. അത് വളരെയധികം റെവല്യൂഷണറി ആയി. ഇപ്പം എല്ലാവർക്കും യാത്ര ചെയ്യാവുന്ന രീതിയിലേക്ക് വന്നു. എല്ലാ സാങ്കേതികവിദ്യയ്ക്കും ആദ്യകാലത്ത് അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു ഡിസ്റ്റൻസ് കാണും. പക്ഷേ അത് പോപ്പുലറായി കഴിഞ്ഞാൽ പുതിയ സാങ്കേതിക വിദ്യകൾ വരും. അങ്ങനെ സാധാരണക്കാർക്കും പോകാവുന്ന നിലയിലേക്കായി മാറാം. അടുത്തൊരു ചോദ്യം, നമ്മുടെ പരിസ്ഥിതി മേഖലയിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ മാലിന്യം. എല്ലായിടത്തും മാലിന്യ പ്രശ്നമുണ്ട്, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടക്കുന്നു. എന്നാൽ ഇതാരും അറിയാതെ തന്നെ സ്പേസിൽ ഭൂമിക്ക് ചുറ്റും വലിയൊരു മാലിന്യ നിക്ഷേപം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഉപയോഗിച്ച അല്ലെങ്കിൽ പോയ ഉപഗ്രഹങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ, ഉപയോഗശൂന്യമായ ഉപഗ്രഹങ്ങൾ, വിക്ഷേപണത്തിൻ്റെ ഭാഗങ്ങൾ, ഈ ചില മാലിന്യങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുന്നു, അത് സമുദ്രങ്ങളിൽ പോയി അടിയുന്നു. ബഹിരാകാശ മാലിന്യത്തിന് കൃത്യമായൊരു സ്ട്രാറ്റജി കണ്ടെത്താൻ ഒരു ശ്രമമുണ്ടോ? ISROയുടെ ഭാഗത്തുനിന്ന് അതിന് എന്തെങ്കിലും ഒരു ടാക്കിൾ ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടോ? ഈ ബഹിരാകാശ മാലിന്യം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സാറ്റലൈറ്റ്സിന് മാത്രമല്ല, മാൻഡ് മിഷനും ഇതൊരു ത്രെട്ടാണ്. ഈവൻ സ്പേസ് സ്റ്റേഷൻ പോലെയുള്ള പദ്ധതികൾക്കും ഇതൊരു ത്രെട്ടാണ്. അപ്പോൾ ഒരു ആഗോള പ്രശ്നമാണ്. എല്ലാ രാജ്യങ്ങളും ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പം ആ റോക്കറ്റിൻ്റെ സാറ്റലൈറ്റിനോടൊപ്പം ആ റോക്കറ്റിൻ്റെ അവസാനത്തെ സ്റ്റേജും ഓർബിറ്റിലെത്തും. അതൊരു ഡെബ്രിയാണ്, സാറ്റലൈറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇതിന് അന്താരാഷ്ട്ര ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് നമ്മൾ കഴിവതും ഡെബ്രികൾ കുറയ്ക്കുക, അതുപോലെ ലൈഫ് കഴിഞ്ഞ സാറ്റലൈറ്റുകളെ പാർക്കിംഗ് ഓർബിറ്റിലേക്കോ അല്ലെങ്കിൽ ഓർബിറ്റ് ചെയ്ത് താഴോട്ടോ കൊണ്ടുവരിക. ഇങ്ങനെ പല ഗൈഡ് ലൈൻസ് ഉണ്ട്. നമ്മുടെ എല്ലാ ലോഞ്ച് വെഹിക്കിളിലും ഈ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. മാത്രമല്ല PSLV നമ്മൾ ഒരു പടി കൂടി കടന്നിട്ട് PSLVയുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് PS4 ആണ്. ആ PS4 എന്നാണ് അതിനെ വിളിക്കുന്നത്, സ്റ്റേജ് 4. ആ സ്റ്റേജിൽ ഇപ്പോൾ സാറ്റലൈറ്റ് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ
അതിൽ സോളാർ പാനലും കൂടുതൽ ബാറ്ററിയും കൊടുത്ത് അതിനെ കൺട്രോൾഡ് ആക്കിയാൽ, അതായത് നിയന്ത്രിച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ദിശ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ അതൊരു ഓർബിറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഈ അടുത്ത് വരുന്ന PSLV C60 നമ്മൾ ഏതാണ്ട് 25ഓളം പേലോഡ്സ് ഉണ്ട്. അത് 15 പേലോഡ് NGEs അതുപോലുള്ള എൻറ്റിറ്റീസാണ്, 10ഓളം ഇസ്രോയുടെ പേലോഡ്, 25ഓളം പേലോഡ് ഏതാനും മാസങ്ങൾ ഭൂമിക്ക് ചുറ്റും കറങ്ങിയതിന് ശേഷം അതിനെ പിന്നെ നമുക്ക് ഒരു ലോവർ ഓർബിറ്റിലേക്ക് കൊണ്ടുവന്ന് അത് പുനഃപ്രവേശനം നടന്ന് അത് ഇല്ലാതായിത്തീരും. അപ്പോൾ സീറോ ഡെബ്രി ലോഞ്ചാണ് ശരിക്കും PSLV. കാരണം സാറ്റലൈറ്റും പിന്നെ PS4 നമ്മൾ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പം ഇതിൽ 10 സെൻറ്റിമീറ്റർ കൂടുതൽ സൈസുള്ള ഈ ഡെബ്രിയെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരും ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ത്യയുടെ ഒരു ട്രാക്കിംഗ് സ്റ്റേഷൻ അതിൽ ഇൻവോൾവ് ആണ്. നമുക്കും അതിൻ്റേതായ ഗ്രൗണ്ട് സ്റ്റേഷൻസ് വികസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. ഈ 10 സെൻറ്റിമീറ്റർ താഴെ വരുന്ന ഡെബ്രിക്ക് നമ്മൾ ഇപ്പം ഗഗൻയാൻ പോലുള്ള പദ്ധതിക്ക് നമ്മൾ അതിൽ ഡിസൈനിൽ അതിനുള്ള, അതായത് അങ്ങനെയുള്ള ഡെബ്രി വന്ന് നമ്മളെ ഹിറ്റ് ചെയ്താലും നമ്മുടെ റോക്കറ്റിൻ്റെ അല്ലെങ്കിൽ ക്രൂവിൻ്റെ സ്പേസ് ക്രാഫ്റ്റ് ഡാമേജ് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള മുൻകരുതലെടുക്കും. എന്തായാലും ഡെബ്രി ഒരു പ്രശ്നമാണ്. ഡെബ്രിയുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എനർജിയാണ്. കാരണം ഈ സൈസ് കുറവാണെങ്കിലും ഇത് പറക്കുന്നത് ഏതാണ്ട് 7 മുതൽ 10 km/s. അത്രയും എനർജിയുള്ള ഡെബ്രിയെ ക്യാപ്ചർ ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ചലഞ്ചാണ്. ഇപ്പോൾ പല മേഖലകളിലും അതിന് വേണ്ടിയിട്ടുള്ള പല പല പദ്ധതികളും ആൾക്കാർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതൊരു അക്കാഡമിക്കും ഇതൊരു ചലഞ്ചാണ്. ഓഡിയൻസിന് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. സാറേ, ഉണ്ണികൃഷ്ണൻ സാറിനോട് പ്രധാനമായിട്ട് ചോദിക്കാനുള്ള ഈ ചന്ദ്രയാനെ പറ്റി കേട്ടിട്ടുള്ളത്. ചന്ദ്രയാൻ ഒരു ഹോളിവുഡ് മൂവിയുടെ ബഡ്ജറ്റിനേക്കാളും കുറഞ്ഞ ചിലവിൽ എന്തുകൊണ്ടാണ് ചന്ദ്രയാൻ സാധ്യമായത്? അതൊരു ചോദ്യം. സാർ പിന്നെ രണ്ടാമത്തെ ചോദ്യം ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ചന്ദ്രയാൻ ചെയ്തിട്ട് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റും ക്വാണ്ടം സൂപ്പർപൊസിഷനും വഴി ചൊവ്വയിലേക്കുള്ള വേറൊരു മിഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്പേസ് ടെലിപ്പോർട്ടേഷൻ സാധ്യമാണോ? ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. ഈ രണ്ട് ചോദ്യം. ഓക്കെ, ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് നമ്മളുടേതായ രീതിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചുള്ള സാറ്റലൈറ്റും നമ്മുടെ ലോഞ്ച് വെഹിക്കിളും അനുസരിച്ച് നമ്മുടെ എക്കോ സിസ്റ്റത്തിൽ വികസിപ്പിക്കുന്നതാണ് ചന്ദ്രയാൻ. ഇപ്പോൾ ഹോളിവുഡ് മൂവി എന്ന് പറയുന്നത് ആ മൂവി അവർ വെക്കുന്ന അതിൻ്റെ ടാർഗറ്റഡ് കോംപ്ലക്സിറ്റിയും അതുപോലുള്ള സെറ്റുകളും ഒക്കെയാണ് അത് എക്സ്പെൻസീവ് ആക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനേക്കാൾ കോസ്റ്റ്ലി ആയിട്ടുള്ള പല മൂവീസും ഉണ്ട്. നമ്മളതിനേക്കാൾ എക്കണോമി നമ്മുടെ എല്ലാ മിഷനിലും ഒരു ഫാക്ടറാണ്. അതായത് ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആക്കാം എന്നുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഈ പറഞ്ഞ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്, അതൊക്കെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര മേഖലയാണ്. അവിടെ ഇപ്പോൾ ഒരു കാലത്ത് ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ തുടങ്ങിയപ്പോൾ ഒരു റൂമിൻ്റെ സൈസായിരുന്നു കമ്പ്യൂട്ടർ അന്ന്. അതിപ്പോൾ നമുക്കറിയാം ഒന്ന് പാം ടോപ്പ് പോലെയായി കമ്പ്യൂട്ടർ എന്ന് പറയണമല്ലോ. ഈ മേഖലയും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ആസ് ഓഫ് നൗ സാധ്യമല്ല, പക്ഷേ അത് സാധ്യമാണോ എന്നുള്ള പരീക്ഷണം നടക്കുകയാണ്. ടെലിപ്പോർട്ടേഷൻ ഇപ്പോഴത്തെ ഇതിൽ ഒരു കോൺസെപ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ 3D പ്രിൻറ്റിങ് എന്നുള്ളൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ഡിസൈൻ വേറൊരു സ്ഥലത്തുണ്ടാക്കാം. പക്ഷെ അതിനെ നമുക്ക് ടെലിപ്പോർട്ടേഷൻ പറയാൻ പറ്റില്ല. ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇവിടെ നിന്നും പീസായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ജീവൻ മാറ്റുന്ന രീതിയൊക്കെ ഇപ്പോഴും ഒരു ഫിക്ഷനാണ്. അത് നാളെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ടെക്നോളജി ഇപ്പം നമുക്കറിയാമല്ലോ, പല മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ വികാസം അത് എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു കാലത്ത് ഉണ്ടാവാം, പക്ഷെ ഇന്നിപ്പം അതിനുള്ള ടെക്നോളജി ഇല്ല. ഓണാണ്, മൈക്ക് ഓണാണ്. സർ, ഇന്ത്യ സ്പേസ് സ്റ്റേഷൻ സെറ്റ് ചെയ്യേണ്ടത് പറഞ്ഞു. അപ്പം അതിൽ വേറെ രാജ്യങ്ങളുടെ കൊളാബറേഷൻ ഉണ്ടോ? ഇപ്പോൾ ഉള്ള സ്പേസ് സ്റ്റേഷൻ 11 രാജ്യങ്ങളോ മറ്റോ ഉള്ളതാണല്ലോ. അതുപോലെ വേറെ രാജ്യങ്ങളുമായിട്ടുള്ള കൊളാബറേഷൻ ഉണ്ടോ ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ? നമ്മൾ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നത് ഒരു മോഡുലർ ഫോമിലാണ്. അതായത് 2028 മുതൽ 2035 വരെ പല പല മൊഡ്യൂൾസ് ലോഞ്ച് ചെയ്ത് കണക്ട് ചെയ്ത് അതിനെ ഒരു സ്റ്റേഷനാക്കി മാറ്റണം. അതായത് പല പല മുറികൾ ചേർത്തൊരു വലിയ വീടാക്കുന്നതാണ്. ഇപ്പോഴും നമ്മൾ കൺസീവ് ചെയ്യുന്നതിൽ നമ്മൾ കൊളാബറേഷൻ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ കൊളാബറേഷൻ എന്നുള്ളത് പല രീതിയിൽ ആവാം. സ്പേസ് സ്റ്റേഷൻ വന്നു കഴിയുമ്പം പല രാജ്യങ്ങൾക്കും അതിൽ പരീക്ഷണം നടത്താൻ പറ്റും. അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തെ ആസ്ട്രോനോട്സിന് അവിടെ പോയി പരീക്ഷണം നടത്തി തിരിച്ചു വരാൻ പറ്റും.
ഇതൊരു കൊളാബറേഷന് സാധ്യതയുള്ള ഒരു സംവിധാനമാണ്. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൽ കൊളാബറേഷൻ ഇപ്പം ഇതില്ല, പക്ഷേ തീർച്ചയായിട്ടും നാളെ അതിനുള്ള സാധ്യത ഉണ്ടാവാം. സർ, മാരുതി സുസുക്കി ആയിരുന്നു തോന്നുന്നു പണ്ടൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നിരുന്നു, മൈലേജ് എത്ര കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട്. പണ്ട് മംഗൾയാൻ അയച്ച സമയത്ത് നരേന്ദ്രമോദി പറഞ്ഞൊരു വാക്കായിരുന്നു, ഓട്ടോറിക്ഷ പിടിച്ച് പോകണമെങ്കിൽ ഗുജറാത്തിൽ 10 രൂപയാവും കിലോമീറ്ററിന്, 7 രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ പെർ കിലോമീറ്റർ മംഗൾയാൻ അയച്ചതെന്ന്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ടെക്നോളജീനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ സാധിക്കുന്നത് ISRO-നാണെന്നാണ് ഞാനും കരുതുന്നത്, അതേപോലെ ഇവിടെയുള്ള എല്ലാവരും കരുതുന്നത്. വിക്രം സാരാഭായ് പറഞ്ഞതും അപ്ലിക്കേഷനിൽ വി വിൽ ബി സെക്കൻഡ് ടു നൺ എന്നാണ്. എങ്ങനെയായിരിക്കും റിയൽ ലൈഫ് പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഭൂമിയിലുള്ള പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രോന് ഇന്ത്യനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഭൂമിയിലുള്ള പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാൻ ഇസ്രോക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇന്ത്യയെ? ഇസ്രോ ഭൂമിയിലുള്ള പ്രോബ്ലമാണ് ഇപ്പോഴും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാരാഭായിയുടെ കാലത്ത് തുടങ്ങുമ്പം സ്പേസ് ഫോർ കോമൺ മാൻ, അതായത് സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായിരുന്നു ഈ സ്പേസ് പ്രോഗ്രാം. അന്നും ഇന്നും എന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ബാങ്കിൽ നമ്മൾ ATM വഴി മണി ട്രാൻസ്ഫർ ആകുമ്പം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പം, ശരിക്കും സാറ്റലൈറ്റ് നമ്മളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ 1 മണിക്കൂർ സാറ്റലൈറ്റിൻ്റെ സേവനം ഇല്ലാതാക്കണം. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ ഈ പുതിയ നമ്മുടെ ഈ ഒരു ഇൻസ്പേസ് പോലുള്ള പുതിയ സംവിധാനം വന്ന്, ഏകജാല സംവിധാനം വന്ന്, സ്റ്റാർട്ടപ്സുകളെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സിസ്റ്റം വന്നപ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നൂറുകണക്കിന് ആപ്ലിക്കേഷൻസാണ് വരുന്നത്. അതിലൊരു ഉദാഹരണമാണ് ഇപ്പോൾ ലാൻഡ് രജിസ്ട്രേഷൻ. മാസങ്ങളോളം എടുത്ത ലാൻഡ് രജിസ്ട്രേഷൻ ഇപ്പോൾ സാറ്റലൈറ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ട് അത് മണിക്കൂറുകളല്ല ദിവസങ്ങളിലേക്കാക്കാം. അപ്പോൾ ഈ പറയുന്ന സ്റ്റാർട്ടപ്സുകളും എല്ലാം ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് പൊതുജനങ്ങൾക്ക് ആവശ്യമായ ധാരാളം ആപ്ലിക്കേഷൻസ് വരും ഇനിയും. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആവാം, അല്പസമയം കൂടി ബാക്കിയുണ്ട്. അതെ, അവിടെ. സർ, നമ്മുടെ ഇനി ഫ്യൂച്ചർ എൻഡീവർ എന്ന് പറയുന്നത് ഇനി ഗംഗയാനാണല്ലോ. അപ്പോൾ അതിലിപ്പോൾ പുതിയ അഡ്വാൻസ്മെൻ്റ് ഒക്കെ ഇപ്പോൾ AI വന്നു. അപ്പോൾ റോക്കറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റമിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും, ക്രയോജനിക് എൻജിനിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് എന്ന് ചെറിയൊരു എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരാൻ പറ്റുമോ? ഏത് മേഖല അറിയണ്ടേ? പ്രൊപ്പൽഷനിലുള്ള ഡെവലപ്മെൻ്റ് ആണോ അറിയണ്ടേ? രണ്ടും ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ. പ്രൊപ്പൽഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു പ്രൊപ്പൽഷൻ്റെയും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഹൈ ത്രസ്റ്റുള്ള എൻജിനാണ്, അതും ഗ്രീൻ പ്രൊപ്പൽഷൻ ഉപയോഗിച്ച്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലോക്സ് മീതൈൻ, ലിക്വിഡ് ഓക്സിജൻ മീതൈൻ വെച്ചുള്ള മോഡുലർ എൻജിൻ വികസിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു സ്റ്റേജിൽ അതിൻ്റെ പല മോഡ്യൂൾസ് അസംബിൾ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ത്രസ്റ്റ് വികസിപ്പിക്കുന്ന ഒരു മോഡുലർ കോൺസെപ്റ്റാണ് എൻജിൻ മേഖലയിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എൻജിൻ്റെ ദക്ഷത, എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം, എങ്ങനെ അത് കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആക്കാം, എങ്ങനെ കൂടുതൽ നമ്മുടെ ഡിപ്പെൻഡൻസി, നമ്മുടെ തന്നെ രാജ്യത്തുള്ള റിസോഴ്സും മെറ്റീരിയലും വെച്ച് എങ്ങനെ നമുക്ക് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉണ്ടാക്കാം, അതുപോലെ എങ്ങനെ പുനരുപയോഗിക്കാം വീണ്ടും, എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം. പല ടെസ്റ്റുകളും നമ്മൾ ചെയ്യും. അപ്പോൾ ഏതൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാൽ ഇതിൽ ചെയ്യാവുന്ന ടെസ്റ്റുകൾ കുറച്ചിട്ട് എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ പല മേഖലകളിലും ഇപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പല മേഖലയിലും ഉപയോഗിക്കുന്നുണ്ട് ലിമിറ്റഡ് ആയിട്ട്. പക്ഷേ അതിന് കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. പ്രത്യേകിച്ചും ഹ്യൂജ് ഡാറ്റ നമുക്കുള്ളപ്പോൾ, ഇപ്പോൾ ഫ്ലൈറ്റ് ഡാറ്റ തന്നെ 100 ഫ്ലൈറ്റിൻ്റെ ഡാറ്റ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു സെൻസിബിളായിട്ടുള്ള ഇൻഫർമേഷൻ മാനുവലായിട്ട് എടുക്കാൻ വളരെ പാടാണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സംവിധാനങ്ങൾ, മെഷീൻ ലേണിംഗ് സിസ്റ്റംസ് ഉപയോഗിച്ചുള്ള ചെറിയ പ്രോജക്റ്റുകൾ ഇസ്രോയുടെ പല സെൻറ്ററിലും തുടങ്ങിയിട്ടുണ്ട്. അതും കൂടുതൽ വികസിപ്പിച്ച് യഥാർത്ഥത്തിൽ പറക്കുന്ന അല്ലെങ്കിൽ ഫ്ലയബിൾ സിസ്റ്റമായിട്ട് മാറുമെന്ന് കരുതാം.